നമസ്കാരം സുഹൃത്തുക്കളെ, ബയോളജിയുടെ പുതിയ SCRT 12ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ലെസന്റെ പേര് ശ്വസനവും വിസർജനവുമാണ് കേട്ടോ. ഏതാണ്? ശ്വസനവും വിസർജനവും. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ശ്വസനവും വിസർജനവും വരുന്ന ടോപ്പിക്കുകൾ ശ്വസന വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. വാതക വിനിമയങ്ങളെ കുറിച്ച് നോക്കണം. ശ്വസനം ജീവികളിൽ നോക്കണം. അനേറോബിക് ശ്വസനം, വിസർജനം, വൃക്കയുടെ ഘടന, മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ടും വിസർജനം മറ്റ് ജീവികളിലും, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ ഏതിലുണ്ട്? ഇന്നത്തെ ഈ ലെസണിൽ പഠിക്കാൻ ഇതിൽ നിന്ന് ഒരുപാട് ലെസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഞാൻ ഈ പാരഗ്രാഫ് ഒക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു വിടാം. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്ക് എടുത്തിട്ട് പോവാം കേട്ടോ. ഇവിടെ ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രവർത്തനമാണ് ഇത് ശ്വസനം. ഓക്സിജൻ ഉപയോഗിച്ച് നടക്കുന്നത് എയറോബിക് ശ്വസനം. ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന ശ്വസനം അനേറോബിക് ശ്വസനം. മനുഷ്യനിൽ ഓക്സിജൻ എത്തിക്കാനായിട്ട് വെന്റിലേഷൻ, അതായത് ശ്വാസോച്ഛ്വാസം നടക്കുന്നു. ഓക്സിജൻ സ്വീകരിക്കാനുള്ള ശ്വസന പ്രതലമായി വർത്തിക്കുന്നത് ശ്വാസകോശങ്ങളിലെ ആൽവിയോലസുകൾ എന്ന അതിലോലമായ സ്തര അറകളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ മനുഷ്യനില് ഓക്സിജൻ സ്വീകരിക്കാനുള്ള ശ്വസന പ്രതലം എന്ന് പറയുന്നത് ആൽവിയോലസ് എന്ന അതിലോലമായിട്ടുള്ള സ്തര അറകളാണ്. ഇവയെ പൊതുവെ കാണുന്ന രക്തലോമികളിലേക്ക് ഓക്സിജന്റെ ഡിഫ്യൂഷൻ നടക്കുന്നു. ഇതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലസുകളിലേക്കും വ്യാപിക്കും. രക്തത്തിലേക്ക് പ്രവേശിച്ച ഓക്സിജനിൽ ഭൂരിഭാഗവും ഹീമോഗ്ലോബിനുമായിട്ട് ചേരുമ്പോൾ, അപ്പോൾ രക്തത്തിലേക്ക് പ്രവേശിച്ച ഓക്സിജൻ ഭൂരിഭാഗവും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട്, ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേരുന്ന സമയത്ത് അത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും കേട്ടോ. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കോശങ്ങൾക്കിടയിലെ ടിഷ്യൂ ദ്രവത്തിലേക്ക് ഓക്സിജനെ സ്വതന്ത്രമാക്കുന്നത്. കോശങ്ങൾക്കുള്ളിലെ ഊർജ്ജ നിർമ്മാണം നിർവഹിക്കുന്ന മൈറ്റോകോൺട്രിയ. പ്രീവിയസ് ചോദ്യമാണ്. കോശങ്ങൾക്കുള്ളിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. ഇതിലേക്ക് എത്തിച്ചേർന്ന ഈ ഓക്സിജനാണ് എൻസൈമുകളുടെ സഹായത്തോടെ ആഹാരത്തിലെ ഊർജ്ജം സ്വതന്ത്രമാക്കുന്നത്. കോശങ്ങളിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനമാണ് കോശശ്വസനം. ഇത് ഗ്ലൈക്കോളിസിസ് എന്ന ഘട്ടത്തിന് ശേഷമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടുള്ള ക്രൈബ്സ് സൈക്കിൾ എന്ന രണ്ടാം ഘട്ടം നടക്കുന്നത്. അപ്പൊ ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസും രണ്ടാം ഘട്ടം ക്രബ്സ് പരിപാടി. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്ക് വരാം കേട്ടോ. ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കുക. അമീബയിൽ കോശസ്തരവും മണ്ണിരയിൽ ത്വക്കും മത്സ്യങ്ങളിൽ ശകുലങ്ങളും ശ്വസന പ്രതല ഫലമായി വർദ്ധിക്കുന്നു. അപ്പൊ അമീബയിലെ ശ്വസന പ്രതലം ഏതാണ്? അമീബയില് കോശസ്തരം. മണ്ണിരയിൽ ഏതാണ്? ത്വക്ക്. മത്സ്യങ്ങളിൽ ഏതാണ്? ശകുലം. സസ്യങ്ങളിലാകട്ടെ സ്റ്റൊമാറ്റയിലൂടെയും ലെന്റ് സെല്ലുകളിലൂടെയും വേരിലെ കോശങ്ങളിലൂടെയും ശ്വസനവാതങ്ങളുടെ വ്യാപനം നടക്കുന്നു. അപ്പോ അമീബയിലെ ശ്വസന പ്രതലം എന്ന് പറയുന്നത് കോശസ്തരമാണ്. അമീബയില് കോശസ്തരമാണ്. മണ്ണിരയില് ത്വക്കാണ്. മത്സ്യങ്ങളില് ശകലങ്ങളാണ്. സസ്യങ്ങളിലാണെങ്കിൽ സ്റ്റൊമാറ്റ ആൻഡ് ലെന്റിസെല്ല്, വേരിലെ കോശങ്ങൾ. ഈ മൂന്നിലൂടെയാണ് ശ്വസനവാതങ്ങളുടെ വ്യാപനം. സസ്യങ്ങളിൽ നടക്കുന്ന വിവിധ മെറ്റബോളിക് പ്രവർത്തനങ്ങളിലൂടെ ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായ വസ്തുക്കളും ഉണ്ടാകുമല്ലോ. ഇവയെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം എന്ന് പറയുന്നത്. പ്രോട്ടീൻ മെറ്റബോളിസം ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയിൽ നിന്നും രൂപപ്പെടുന്ന യൂറിയ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. വിസർജ്യ വസ്തുക്കളിൽ ഒന്നാണ് ഏത്? യൂറിയ എന്ന് പറയുന്നത്. കരളിൽ ഉണ്ടാകുന്ന യൂറിയ രക്തത്തിൽ നിന്നും, ഇപ്പൊ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിലാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. കരളിൽ ഉണ്ടാകുന്ന യൂറിയ രക്തത്തിൽ നിന്ന് മരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളാനായി ഒരു ജോഡി വൃക്കകൾ നമ്മുടെ ശരീരത്തില് ഉണ്ട്. അപ്പൊ എത്ര വൃക്കകൾ ഉണ്ട് ശരീരത്തില്? ഒരു ജോഡി എന്ന് പറയുമ്പോൾ 2 എണ്ണം അല്ലെ. ഓരോ വൃക്കയിലുമുള്ള 12 ലക്ഷത്തോളം നെഫ്രോണുകൾ, അതിനെ അതിസൂക്ഷ്മ അരിപ്പകളാണ് രക്തത്തിൽ നിന്ന് യൂറിയ ഉൾപ്പെടെയുള്ളവയെ അരിച്ചു മാറ്റുന്നത്. നെഫ്രോണിന്റെ ബൊമാൻസ് കാപ്സ്യൂളിനുള്ളിലെ ഗ്ലോമറുലസ് എന്ന സൂക്ഷ്മ ലോമികാജാലത്തിലൂടെ രക്തം സൂക്ഷ്മ അരിക്കലിന് വിധേയമാവുകയും ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായി ശ്രദ്ധിച്ച് വായിക്കാൻ. ജസ്റ്റ് ഒന്ന് വായിക്കാം. പക്ഷെ ഈ നമ്മൾ ഇത്ര നേരം വായിച്ച പാരഗ്രാഫിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്ക് നോക്കാം കേട്ടോ. വ്യത്യസ്ത വിഭാഗം ജന്തുക്കളിൽ അമോണിയ, യൂറിക് ആസിഡ് പോലെയുള്ള വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനായി വൃക്കകളോ മറ്റ് അവയവങ്ങളോ കാണപ്പെടുന്നു. ഇനി അമീബയിൽ സങ്കോചഫേനം, മണ്ണിരയിൽ നെഫ്രീഡിയ, ഷഡ്പദങ്ങളിലെ മാൽപീജിയ നാളികൾ എന്നിവ വൃക്കയുടെ ജോലി നിർവഹിക്കുന്നവയാണ്. പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. സസ്യങ്ങളിൽ സ്റ്റൊമാറ്റയിലൂടെയും ലെന്റ് സെല്ലുകളുടെയും ഹൈഡത്തോടുകളുടെയും പഴുത്ത ഇലകളുടെയും മറ്റു മാർഗങ്ങളിലൂടെയും വിസർജ്യ വസ്തുക്കൾ പുറത്തു പോകുന്നുണ്ട്.
വൃക്കുകൾ, കരൾ, ശ്വാസകോശങ്ങൾ, ത്വക്ക് എന്നിവ മാലിന്യങ്ങൾ പുറത്തു പോകാൻ സഹായിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പാലിക്കപ്പെടുന്നു. എന്നാൽ മലിനീകരണം, ശുചിത്വമില്ലായ്മ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകൾ, തെറ്റായ ആഹാരശീലങ്ങൾ, മാനസിക സമ്മർദ്ദം മുതലായവ ആന്തര സമസ്ഥിതിയുടെ താളം തെറ്റിച്ച് അനാരോഗ്യത്തിന് ഇടവരുത്താം. അപ്പൊ നമുക്ക് ഇത്ര നേരം പഠിച്ചിരുന്നു ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പഠിച്ചു നോക്കാം. ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണിത്. ശ്വസനം എന്ന് പറയുന്നത്. ജന്തുക്കളും സസ്യങ്ങളും ശ്വസന പ്രക്രിയക്കായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോട്ടോ. ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ശ്വസനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോ. മനുഷ്യനിൽ ഓക്സിജൻ സ്വീകരിക്കാനുള്ള ശ്വസന പ്രതലം ഏതാണ്? ശ്വാസകോശമാണ് കേട്ടോ. നമ്മൾ ഓരോ മനുഷ്യനിലും ഓക്സിജൻ സ്വീകരിക്കാനുള്ള ശ്വസന പ്രതലമായി വർത്തിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. ശ്വാസകോശങ്ങൾക്കുള്ളിലുള്ളതും വാതക വിനിമയം നടക്കുന്നതുമായ ഇലാസ്തികതയുള്ള സ്തര അറകൾ ഏതാണ്? ആൽബിയോലസുകളാണ്. ഏതാണ്? ആൽബിയോലസുകളാണ്. ശ്വാസകോശങ്ങൾക്കുള്ളിലുള്ളതും വാതക വിനിമയം നടക്കുന്നതുമായ ഇലാസ്തികതയുള്ള സ്തര അറ, ആൽബിയോലസുകൾ. ഇനി നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നാസാരന്ധ്രങ്ങൾ. അതായത് അപ്പൊ നമ്മൾ ശ്വസിക്കുന്നവിടുന്ന് തുടങ്ങി അതിന്റെ ഉള്ളിലേക്കുള്ള ഓരോ ഘട്ടങ്ങളാണ്. ആദ്യം നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിക്കുന്നു അല്ലെ? ആദ്യം മൂക്കിലൂടെ അല്ലേ? നാസാരന്ധ്രങ്ങൾ. നോക്കൂ, ഇതാ നാസാരന്ധ്രം. അടുത്തത് നാസാഗഹ്വരം. കണ്ടോ? നോക്കിക്കേ, എവിടെയാണ് ഇതെന്ന് ശ്രദ്ധിക്കണം. കേൾക്കുന്നുണ്ടോ? ഇതാ ഇവിടെ മൂക്കിന്റെ ഭാഗം തന്നിട്ടുണ്ട്. അവിടെ നാസാരന്ധ്രം. ആ മൂക്കിൽ നിന്നും കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നാസാഗഹ്വരം, പിന്നീട് ശ്വാസനാളം. കണ്ടോ? ശ്വാസനാളം, പിന്നീട് ശ്വസനി. ഓരോന്ന് ഓർഡറായി പഠിക്കണേ. എങ്ങനെ എവിടെ എത്തുന്നു, ആൽവിയോലസിലേക്ക് എത്തുന്ന ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്വാസനാളം, ശ്വസനികൾ, പിന്നെ ആൽബിയോലസുകൾ. ശ്വസനി, ശ്വാസനാളം കഴിഞ്ഞ് ശ്വസനി, ശ്വസനികകൾ, അതുപോലെ ആൽബിയോലസ്. മനസ്സിലായോ? ആൽബിയോലസ് എന്താ ആൽബിയോലസ് നമ്മൾ പറഞ്ഞത്? ശ്വാസകോശങ്ങൾക്ക് ഉള്ളിലുള്ളതും വാതക വിനിമയം നടക്കുന്നതുമായ ഇലാസ്തികതയുള്ള സ്തര അറയാണ് ആൽവിയോലസ് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ? ആദ്യം അല്ലെ, അന്തരീക്ഷ വായു ആൽവിയോലസിലേക്ക് എത്തുന്ന പാതയാണ് കേട്ടോ ഈ ഓരോ ഇത് കൊടുത്തത്. നമ്മളിപ്പോ വായു അല്ലേ ശ്വസിക്കുന്നത്? എന്താ നമ്മൾ ശ്വസിക്കുന്നത്? വായു. മൂക്കിലൂടെ ശ്വസിക്കില്ലേ? അന്തരീക്ഷത്തിലുള്ള വായു നമ്മൾ ശ്വസിച്ച് നമ്മളെ എവിടെ എത്തണം? ആൽവിയോലസിലേക്ക് എത്തണം. ആ ആൽവിയോലസിലേക്ക് എത്തുന്ന ഇടയിലുള്ള ഘട്ടങ്ങളാണ് ആദ്യം നാസാരന്ധ്രം കഴിഞ്ഞാൽ നാസാഗഹ്വരം. നാസ എന്ന് പറയുന്ന രണ്ടെണ്ണം കേട്ടോ. ആദ്യം നാസാരന്ധ്രം, അടുത്തത് നാസാഗഹ്വരം. ഓക്കെ ആണോ? ഇനി ശ്വാസ വെച്ചിട്ടുള്ള 3 ശ്വാസനാളം, ശ്വസനി, ശ്വസനികകൾ, പിന്നീട് ആൽവിയോലസുകൾ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിച്ചിരിക്കാൻ കാരണം എന്താണ്? എന്താ പ്രതലം? നമ്മുടെ ശ്വസന പ്രതലം ഉണ്ടല്ലോ, അത് വർദ്ധിച്ചിരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ശ്വസന പ്രതലം ഏതാണ്? ശ്വാസകോശം അല്ലേ? നമ്മൾ മനുഷ്യനെ ഓക്സിജൻ സ്വീകരിക്കാനുള്ള ശ്വസന പ്രതലം ഏതാണ്? ശ്വാസകോശമാണ്. അത് വിസ്തീർണം വർദ്ധിച്ചിരിക്കാൻ കാരണം എന്താണ്? 2 ശ്വാസകോശങ്ങളിലുമായി കാണുന്ന 70 കോടി ആൽവിയോലസുകൾ. ഈശ്വര, എത്ര നോക്കിക്കേ. 2 ശ്വാസകോശങ്ങളിലുമായി കാണുന്ന 70 കോടി ആൽവിയോലസുകളാണ് ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ആൽവിയോലസ് ആണ് ശ്വസനത്തിന്റെ പ്രതലം വർദ്ധിപ്പിക്കാനുള്ള കാരണം. ആൽവിയോലസ് ആണ്. ശ്വാസകോശത്തിന്റെ ആവരണം ഏതാണ്? ശ്വാസകോശത്തിന്റെ ആവരണം പ്ലൂറയാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഏതാണ്? ഡയഫ്രം ആണ്. ഏതാണ്? ഡയഫ്രം ആണ്. വാരിയെല്ലുകൾക്കിടയിൽ പേശി ഏതാണ്? ഇന്റർകോസ്റ്റൽ പേശിയാണ്. വാരിയെല്ലുകൾക്കിടയിൽ കാണുന്ന പേശി ഇന്റർകോസ്റ്റൽ. വാരിയെല്ല്, ഇന്റർകോസ്റ്റൽ. നമ്മുടെ ശ്വസന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ശ്വസനം നടക്കണമെങ്കിൽ ആദ്യം ശ്വാസോച്ഛ്വാസം അല്ലെ, അതായത് വെന്റിലേഷൻ, പിന്നീട് വാതക വിനിമയം, പിന്നീട് കോശ ശ്വസനം. പഠിക്കണം കേട്ടോ. ശ്വസന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ശ്വാസോച്ഛ്വാസം, അതായത് വെന്റിലേഷൻ, വാതക വിനിമയം, കോശ ശ്വസനം. എന്താണ് ശ്വാസോച്ഛ്വാസം? നോക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ്
ശ്വാസോച്ഛ്വാസം. അതായത് ശ്വാസോച്ഛ്വാസം എന്ന് പറയുമ്പോൾ അവിടെ ഉച്ഛ്വാസവും ഉണ്ട്, നിശ്വാസവും ഉണ്ട്. ഉള്ളിലേക്ക് പോകുന്നത് ഉച്ഛ്വാസം, പുറത്തേക്ക് വരുന്നത് നിശ്വാസം. അതാണ് ശ്വാസോച്ഛ്വാസം. അതായത് വെന്റിലേഷൻ. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ് ശ്വാസോച്ഛ്വാസം അഥവാ വെന്റിലേഷൻ. ഇതിൽ വായു ഉള്ളിലേക്ക് ഇവിടെ ഉണ്ട് അല്ലെ, വായു ഉള്ളിലേക്ക് കടക്കുന്നത് ഉച്ഛ്വാസവും പുറത്തേക്ക് പോകുന്നത് നിശ്വാസവും ഉൾപ്പെടുന്നു. അപ്പൊ ശ്വാസോച്ഛ്വാസം നോക്കി അല്ലെ. ഇനി മനുഷ്യരിൽ ശ്വാസോച്ഛ്വാസം അതായത് വെന്റിലേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇന്റർകോസ്റ്റൽ പേശികളുടെ സങ്കോചത്താൽ. ഇന്റർകോസ്റ്റൽ പേശി എവിടെയാ കാണപ്പെടുന്നത് പറഞ്ഞാൽ വാരിയെല്ലിലാണ് അല്ലെ. വാരിയെല്ലിലാണ് ഇന്റർകോസ്റ്റൽ പേശി. ആ ഇന്റർകോസ്റ്റൽ പേശികളുടെ സങ്കോചത്താൽ വാരിയെല്ല് ഉയരുകയും ഒപ്പം ഡയഫ്രം സങ്കോചിക്കുകയും ചെയ്യുമ്പോൾ വാരിയെല്ല് ഉയരും, ഡയഫ്രം സങ്കോചിക്കും. വാരിയെല്ല് ഉയരും, ഡയഫ്രം സങ്കോചിക്കും ചെയ്യുമ്പോൾ ആ ഒരു സസ്യത്തിന്റെ വ്യാപ്തം കൂടുന്നു. തന്മൂലം ശ്വാസകോശങ്ങൾക്കകത്തെ വായുമർദ്ദം കുറഞ്ഞ് അന്തരീക്ഷ വായുവിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഇൻസ്പിരേഷൻ അതായത് ഉച്ഛ്വാസം. ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രവും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതോടെ ആ ഒരു സസ്യവ്യാപ്തം കുറയുകയും മർദ്ദം വർദ്ധിച്ച് ശ്വാസകോശത്തിനുള്ള വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് നിശ്വാസം എന്നും പറയുന്നത്. ഉച്ഛ്വാസം എന്താണ്, നിശ്വാസം എന്താന്നുള്ളത് വ്യക്തമായിട്ടും നന്നായിട്ട് ഒന്നും കൂടി നല്ല പോസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, ആൽവിയോലാർ വാതക വിനിമയത്തിന് സഹായകമായി വർത്തിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ പറഞ്ഞില്ലേ ആൽവിയോലസുകളൊക്കെ എങ്ങനെയാണ് അത് വാതക വിനിമയത്തിന് സഹായകമായി വർത്തിക്കുന്നത്? ആൽവിയോലസുകളുടെയും ചുറ്റുമുള്ള രക്തലോമികളുടെയും ഭിത്തി ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ആൽവിയോലസുകളുടെയും ചുറ്റുമുള്ള രക്തലോമികളുടെയും ഭിത്തി ഒറ്റ നിരകോശങ്ങളാൽ നിർമ്മിതമാണ്. ആൽവിയോലസിനുള്ളിലെ ഈർപ്പത്തിൽ ശ്വസനവാതകങ്ങൾ ലയിക്കുന്നതും ശ്വസനവാതകങ്ങളുടെ ഗാഢതയിലുള്ള വ്യത്യാസവും ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. കൂടാതെ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേരാനുള്ള വാതകങ്ങളുടെ കഴിവും ആൽവിയോലാർ വാതക വിനിമയം എളുപ്പമാക്കുന്നു. നെക്സ്റ്റ് വൺ, ആൽവിയോലസും രക്തവും തമ്മിലുള്ള ശ്വസനവാതക വിനിമയം എങ്ങനെയാണ്? രക്തത്തിലേക്ക് പ്രവേശിച്ച ഓക്സിജനിൽ ഭൂരിഭാഗവും അരുണ രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് അതായത് RBC ട്ടോ. രക്തത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ രക്തത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലെ. ആ ഓക്സിജനിൽ എന്തുണ്ടാകും? ധാരാളം RBC ഉണ്ടാകും അല്ലെ. ആ രക്തത്തിലേക്ക് പ്രവേശിച്ച ഓക്സിജനിൽ ഭൂരിഭാഗവും അരുണ രക്താണുക്കളിലുമുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. കുറച്ച് ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കും ട്ടോ. കുറച്ച് ഓക്സിജൻ എന്ത് ചെയ്യും? പ്ലാസ്മയിൽ ലയിക്കും. ഇനി രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ഓക്സിജൻ കോശങ്ങൾക്കിടയിലെ ടിഷ്യൂ ദ്രവത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും തുടർന്ന് കോശത്തിനുള്ളിലേക്ക് എത്തുകയും ചെയ്യുന്നു. തിരികെ കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും തുടർന്ന് രക്തത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതാണ് സിസ്റ്റമിക് വാതക വിനിമയം. ഇവിടെ ആൽവിയോലാർ വാതക വിനിമയം, സിസ്റ്റമിക് വാതക വിനിമയം. ആൽവിയോലാർ വാതക വിനിമയത്തിൽ നടക്കുന്നത് ഓക്സിജന്റെ ഘട്ടങ്ങളാണ്. എന്നാൽ സിസ്റ്റമിക് വാതക വിനിമയത്തിൽ നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റേതാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റേതാണ്. ഇനി 70% കാർബൺ ഡൈ ഓക്സൈഡ് അരുണ രക്താണുക്കളിലുമുള്ള ജലത്തിൽ ലയിച്ച് ബൈകാർബണേറ്റായും 23% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടും 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിച്ച് സംവഹനം ചെയ്യപ്പെടുന്നു. ഇതൊന്നും പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അപ്പൊ 70% കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്? അരുണ രക്താണുക്കളിലുള്ള ജലത്തിൽ ലയിച്ചിട്ട് കേട്ടോ. ജലത്തിൽ ലയിച്ചിട്ട് എന്താകണ്? ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ആയിട്ട് മാറും. എന്നാൽ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഓക്കെ. 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിച്ചിട്ടും സംവഹനം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. പ്ലാസ്മയിലേക്കും. മനസ്സിലായോ? അപ്പൊ അതില് 70% ഏതുമായിട്ടാണ്? ജലവുമായിട്ടാണ് അല്ലെ. 70% ജലമായിട്ടാണ്. 23% വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ്. ഓക്കെ. ഇനി 7% പ്ലാസ്മയുമായിട്ടാണ് കേട്ടോ. പ്ലാസ്മയുമായിട്ട്. കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് സ്വതന്ത്രമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്നും ആൽവിയോലസുകളിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതൊന്ന് പഠിക്കണം കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേരുമ്പോഴാണ് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് മാറുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിൻ.
ഇനി നിശ്വാസവായുവിൽ ഉച്ഛ്വാസവായുവിനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? അതായത് നമ്മൾ ഉള്ളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നും വായു ശ്വസിക്കില്ലേ, അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവായിരിക്കും. എന്നാൽ പുറത്തേക്ക് നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഊതുമ്പോൾ അതിന് പാൽ നിറം കിട്ടുന്നു. ഒന്ന് നോക്കിക്കേ, നിശ്വാസവായുവിൽ ഉച്ഛ്വാസവായുവിനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം എന്തൊക്കെയാണെന്നാ ചോദിച്ചത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഊതില്ലേ നമ്മള്, ഊതുല്ലേ, അപ്പൊ അതെന്താണ്? പുറത്തേക്ക് വരുന്ന വായുവാണ്, നിശ്വാസമാണ്. അപ്പൊ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവുണ്ട്. അപ്പൊ എന്താകും? ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം കിട്ടുന്നു. എന്നാൽ ചുവപ്പ് നിറമുള്ള ഹൈഡ്രജൻ കാർബണേറ്റ് ലൈനിലേക്ക് ഊതുമ്പോൾ അതിന് മഞ്ഞ നിറമാണ് വരുന്നത് കേട്ടോ. ഇനി എന്താണ് കോശശ്വസനം? കോശത്തിനുള്ളിൽ വെച്ച് ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രവർത്തനമാണ് കോശശ്വസനം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, ഇതെല്ലാം പ്രീവിയസ് ആണ്. കോശത്തിനുള്ളിൽ വെച്ച് നമ്മൾ കോശം മനസ്സിൽ കണ്ടേ, അതിനുള്ളിൽ ഓക്സിജൻ ഉണ്ടാകും. അത് ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചിട്ട് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിൽ 2 പ്രവർത്തനങ്ങളുണ്ട്, ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും അല്ലെ, ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി എന്ന് പറയും. അത് ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും ഘട്ടങ്ങളെ താരതമ്യം ചെയ്യാൻ പറയുമ്പോൾ, ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ്. ഗ്ലൈക്കോളിസിസ് എന്താണ്? കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. കോശദ്രവ്യം ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ്, കോശദ്രവ്യം ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ്. മനസ്സിലായോ? ഇതിന് ഓക്സിജൻ ആവശ്യമില്ല, ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ഇതിലൂടെ 2 ATP തന്മാത്ര, ഇതെല്ലാം പ്രീവിയസ് ആണ്, 2 ATP ഊർജ തന്മാത്ര ലഭ്യമാകുന്നു. എന്നാൽ ക്രബ്സ് പരിവൃത്തിയിൽ ഓക്സിജന്റെയും വിവിധ എൻസൈമുകളുടെയും സഹായത്തോടെ, എന്നാൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്, ഇവിടെ ഓക്സിജൻ ആവശ്യമില്ല, പക്ഷെ ക്രബ്സ് പരിവൃത്തിയിൽ ഓക്സിജൻ ആവശ്യമാണ്. അതേപോലെ എൻസൈമുകളുടെയും സഹായത്തോടെയാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നത്. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നത്. അപ്പൊ ഇതിൽ എത്രയാണ്? 28 ATP ഊർജ്ജത്തിൽ മാത്രം കേട്ടോ. ഗ്ലൈക്കോളിസിസിൽ 2 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു 8 കൂടിയിട്ടേ. ക്രബ്സ് പരിവൃത്തിയിൽ 28. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ, പിന്നെ എൻസൈം, ഓക്സിജനും ജലവും, അതുപോലെ 30 ATP കേട്ടോ. ഇതിന്റെ മൊത്തം പ്രവർത്തനം നോക്കുകയാണെങ്കിൽ കോശശ്വസനത്തില് നടക്കുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും എൻസൈമുകളും പിന്നെ ഓക്സിജനും ജലവും ചേർന്നിട്ട് 30 ATP തന്മാത്ര. ഇനി കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തെ ക്രബ്സ് സൈക്കിൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ഹാൻഡ് അഡോൾഫ് ക്രബ്സ് എന്ന ജർമ്മൻ ബയോ കെമിസ്റ്റ് ആയതിനാൽ ആണ് ക്രബ്സ് സൈക്കിൾ എന്ന് അറിയപ്പെടാനായിട്ട് കാരണം. ഇനി മെറ്റബോളിക് പ്രവർത്തനങ്ങളായ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചും ശ്വസനത്തെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. അതില് നോക്കിയേ, പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ട് ആദ്യം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ശ്വസനത്തെ കുറിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ മെറ്റബോളിക് പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം, ശ്വസനം. അതിലെ പ്രകാശ സംശ്ലേഷണത്തില് അനാബോളിസത്തിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത് കേട്ടോ. അനാബോളിസം, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആണ് കറ്റാബോളിസം അല്ലെ. പ്രകാശ സംശ്ലേഷണവും ശ്വസനവും, പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. പ്രകാശ സംശ്ലേഷണത്തില് അനാശ്വസനവും അതേ അനാബോളിസവും, അതേപോലെ ശ്വസനത്തില് കറ്റാബോളിസവും ആണ്. ഇനി അതേപോലെ പ്രകാശോർജം രാസോർജമായിട്ട് ആഹാരത്തിൽ സംഭരിക്കപ്പെടും. ഓക്കെ, പ്രകാശോർജം രാസോർജമായിട്ട് ആഹാരത്തിൽ സംഭരിക്കപ്പെടുമ്പോൾ ഇവിടെ ആഹാരത്തിലുള്ള ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയാണ് ശ്വസനത്തിൽ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവിടെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇതും പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇതും പുറത്തുവിടുകയാണ്, വിഘടനമാണ് അല്ലെ. എന്നാൽ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, പക്ഷെ ഇവിടെ ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊരു വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് അല്ലെ. ഓക്സിജൻ മാത്രമാണ് ശ്വസനത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ അല്ലേ, നമുക്ക് ഓക്സിജൻ അല്ലേ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്സിജൻ ഉള്ളിലേക്ക്, ശ്വസനത്തിൽ ഓക്സിജൻ ഉള്ളിലേക്കാണ് ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇന്ന് ഇവിടെ ഓക്സിജൻ പുറന്തള്ളപ്പെടുകയാണ്. ഹരിതകണത്തിലെ ഗ്രാനിയിൽ വെച്ചിട്ട് പ്രകാശഘട്ടവും സ്ട്രോമിയിൽ ഇരുണ്ട ഘട്ടവും നടക്കുന്നു. ഇതെല്ലാം ഒരു
പ്രീവിയസ് ആണ്. ഹരിതഗണത്തിലെ ഗ്രാനിയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ഗ്രാനയിൽ വെച്ചിട്ടാണ്, സ്ട്രോമിയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് കേട്ടോ. അതേപോലെ കോശദ്രവ്യത്തിൽ ഗ്ലൈക്കോളിസിസും മൈറ്റോകോൺട്രിയൽ ക്രബ്സ് പരിവൃത്തിയും നടക്കുന്നു. കോശദ്രവ്യത്തിൽ വെച്ചിട്ട് ഗ്ലൈക്കോളിസിസും മൈറ്റോകോൺട്രിയ നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ, ക്രബ്സ് പരിവൃത്തി നടക്കുന്ന മൈറ്റോകോൺട്രിയ വെച്ചിട്ട് മൈറ്റോകോൺട്രിയൽ ക്രബ്സ് പരിവൃത്തിയും നടക്കുന്നു. നമുക്കൊന്ന് നോക്കിയാലോ, ഒന്നും കൂടി പഠിക്കാം. അനാബോളിസം അല്ലെ, നിർമ്മാണ പ്രവർത്തനമാണ്. പ്രകാശ സംശ്ലേഷണത്തില് അനാബോളിസം, ശ്വസനത്തില് കറ്റാബോളിസം. പ്രകാശോർജം രാസോർജമായിട്ട് സംഭരിക്കപ്പെടുമ്പോൾ ഇവിടെ അത് ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗപ്പെടുത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലത്തിനെയും പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഓക്സിജൻ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ഈ ഭാഗത്ത് ഓക്സിജൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹരിതഗണത്തിലെ ഗ്രാനിയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. സ്ട്രോമയിൽ വെച്ചിട്ട് ഇരുണ്ട ഘട്ടവും നടക്കുന്നു. അതേപോലെ കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ക്രബ്സ് പരിവൃത്തി നടക്കുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അരുണ രക്താണുക്കിന് അതായത് RBCക്ക് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും സംവഹനം ചെയ്യാൻ സഹായകമാവുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഇരുമ്പടങ്ങിയ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് നമ്മൾ എപ്പോഴും പറയും HB ഹീമോഗ്ലോബിൻ. എന്താണ് ഹീമോഗ്ലോബിൻ? ഇരുമ്പ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താകും? വിളർച്ച, അനീമിയ എന്ന രോഗത്തിലേക്ക് നമ്മൾ വഴിതെളിക്കും. പിന്നീട് ഓരോരോ അസുഖങ്ങളുടെ തുടക്കത്തിന് ഇത് കാരണമാകും. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിന്റെ അളവ് കമ്മിയായ ഏറ്റവും കൂടുതൽ ബാധിക്കും, മനുഷ്യന്മാരെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത്. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളിലേക്കും അത് ബാധിക്കും. അതുകൊണ്ട് ഇരുമ്പടങ്ങിയ ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നത്. നിങ്ങളും എന്ത് ചെയ്യുക? ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെയോ കാർബൺ ഡൈ ഓക്സൈഡിനെയോ വഹിക്കാൻ കഴിയും. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെയോ കാർബൺ ഡൈ ഓക്സൈഡിനെയോ ഒക്കെ വഹിക്കാനായിട്ട് കഴിയും. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ് എത്രയാണ്? സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം കേട്ടോ GM ആണ്. സ്ത്രീകളില് 12 മുതൽ 16 വരെയെങ്കിലും ഉണ്ടാകണം. ഈ 12ൽ കുറഞ്ഞു കഴിഞ്ഞാൽ 11, 10 ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മെൻസ്ട്രൽ പ്രോബ്ലങ്ങളൊക്കെ അതിനുള്ളതൊക്കെ തുടക്കം കുറിക്കും. പിന്നെ നമ്മളുടെ വിളർച്ചകൾ വരും, നമുക്ക് ക്ഷീണം, പിന്നെ ഓരോരോ അസുഖങ്ങളിലേക്ക് തുടങ്ങും. അതേപോലെ പുരുഷന്മാരിലാണെങ്കിൽ 14 മുതൽ 18 ഗ്രാം വരെ GM ആണ് കേട്ടോ ഇത് അളവ് വേണ്ടത്. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് HB ടെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നു ഡോക്ടർ ആദ്യം പറയും നമുക്കൊന്ന് ബ്ലഡ് പരിശോധിക്കണം, HB ലെവൽ ഒന്ന് നോക്കണം എന്ന് പറയില്ല. അതാണ് ആദ്യം ഇപ്പോൾ ഡോക്ടർമാര് നോക്കുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവിലും കുറയുന്ന അവസ്ഥ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അനീമിയ കേട്ടോ, അതായത് വിളർച്ച. ആഹാരത്തിലൂടെ ലഭിക്കേണ്ട ഇരുമ്പിന്റെ കുറവാണ് പ്രധാനപ്പെട്ട കാരണം. ചില വിറ്റാമിനുകളുടെ കുറവ്, ചില രോഗങ്ങൾ, ജനിതക തകരാറ് എന്നിവ കൊണ്ടും വിളർച്ച അതായത് അനീമിയ വരാം. അമീബ, മണ്ണിര, മത്സ്യം എന്നിവയിലെ ശ്വസനവാതക വിനിമയം നടക്കുന്ന വിധം എങ്ങനെയാണ്? പ്രീവിയസ് ചോദ്യമാണ്. അമീബയിലെ ശ്വസന പ്രതലം എന്ന് പറയുന്നത് കോശസ്തരമാണ്. മണ്ണിരയിലെ ത്വക്കാണ്. മത്സ്യത്തിലെ ശകുലം അതായത് ഗിൽ അല്ലേ. അപ്പൊ ഈ അമീബയിൽ നമ്മൾ പറഞ്ഞു ശ്വസന പ്രതലം കോശസ്തരമാണെന്ന് പറഞ്ഞു. അവ എന്താ ചെയ്യുന്നത്? ബാഹ്യ പരിസ്ഥിതിയും കോശദ്രവ്യവും തമ്മിലാണ് വാതക വിനിമയം നടത്തുന്നത്. മണ്ണിരയിലെ ശ്വസന പ്രതലം ത്വക്കാണ്. വായുവും ത്വക്കിലെ ലോമികകളിലുമുള്ള രക്തവും തമ്മിലാണ്. മത്സ്യത്തിലാണെങ്കിൽ ശകുലമാണ്. ജലത്തിലെ വായുവും ശകുലത്തിലെ ലോമികകളിലുമുള്ള രക്തവും തമ്മിലാണ് വാതക വിനിമയം നടക്കുന്നത്. സസ്യങ്ങളിലെ വാതക വിനിമയ സംവിധാനങ്ങൾ ഏതെല്ലാമാണ്? സ്റ്റൊമാറ്റ, ഇലകളിലുള്ള സുഷിരങ്ങൾ പോലെയുള്ളതാണ് അല്ലെ. ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് ഏത്? സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ലെന്റിസെല്ലുകൾ, കട്ടിയുള്ള കാണ്ഡത്തിലും വേരിലുമുള്ള ചെറു സുഷിരങ്ങളാണ് ഇതെല്ലാം കേട്ടോ. വേരിലെ കോശങ്ങൾ, ഇതെല്ലാം സസ്യങ്ങളിലെ ശ്വസനവാതക വിനിമയമാണ്. വേരിലെ കോശം, ലെന്റിസെല്ല്, സ്റ്റൊമാറ്റ, ലെന്റിസെല്ല്, വേരിലെ കോശം എന്നിവയെല്ലാം സസ്യങ്ങളിലെ ശ്വസനവാതക വിനിമയമാണ്. പകലും രാത്രിയിലും സസ്യങ്ങളിലെ വാതക വിനിമയത്തിലുള്ള മാറ്റം എന്താണ്?
പകൽ സ്റ്റൊമാറ്റയിലൂടെ, അതായത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ 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 സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സുഷിരങ്ങളിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നത്. സ്റ്റൊമാറ്റയുടെ മറ്റൊരു പേരാണ് ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ പകൽ സമയത്ത് ഈ സ്റ്റൊമാറ്റയിലൂടെ പ്രകാശ സംശ്ലേഷണത്തിനായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലും പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താ സംഭവിക്കുക? സസ്യങ്ങളില് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നത്. പകൽ സമയത്ത് ചെടികൾ പുറത്തുവിടുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. രാത്രി സമയത്ത് പുറത്തുവിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറത്തു വരുന്ന ഓക്സിജൻ പകൽ സമയം ശ്വസനത്തിനായും സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുന്ന സമയത്ത് ശ്വസനവാതങ്ങളുടെ വിനിമയം ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ആ സമയത്ത് പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എയറോബിക് ശ്വസനവും അനേറോബിക് ശ്വസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്സിജൻ ഉപയോഗിച്ചിട്ടുള്ള ശ്വസന പ്രക്രിയയാണ് എയറോബിക് ശ്വസനം. ഓക്സിജൻ ഉപയോഗിക്കാതെ നടത്തുന്നതാണ് അനേറോബിക് ശ്വസനം. ബാക്ടീരിയയിലും ഈസ്റ്റിലും ഊർജ്ജോൽപാദനത്തിന് ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നില്ല. അനേറോബിക് ശ്വസനത്തിൽ ഗ്ലൈക്കോളിസിസ് മാത്രമാണ് ഉള്ളത്. അതിനാൽ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും 2 ATP തന്മാത്ര മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ എയറോബിക് ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ആവശ്യമില്ലാത്തതാണ് അനേറോബിക് ശ്വസനം എന്ന് പറയുന്നത്. അനേറോബിക് ശ്വസനത്തിൽ ഗ്ലൈക്കോളിസിസ് മാത്രമാണ് ഉള്ളത്. ഗ്ലൈക്കോളിസിസ് മാത്രമാണ് ഉള്ളത്. അതിനാൽ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും 2 ATP തന്മാത്രമാണ് ലഭിക്കുന്നത്. ഇനി ലാക്ടോബാസിലസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും നടക്കുന്ന അനേറോബിക് ശ്വസന പ്രക്രിയ താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയയെ കുറിച്ച് ചോദിക്കാറുണ്ട്, ഈസ്റ്റിൽ നടക്കുന്ന ചൊക്കൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ടും തുടർന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഉദാഹരണം, പാല് പുളിച്ചിട്ട് തൈരായിട്ട് മാറുന്നത് ഈ പ്രക്രിയയാണ് കേട്ടോ. പാലിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ? ആ ലാക്റ്റിക് ആസിഡ് ആണ്. അതായത് നമ്മള് പാല് കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വായ കഴുകണം എന്ന് പറയുന്നത് കേട്ടോ. പാല് കുടിച്ചു കഴിഞ്ഞിട്ട് വായ കഴുകിയിട്ടില്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിനെ ദ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുകയും തുടർന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഈസ്റ്റിന്റെ പ്രവർത്തനത്താൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായും തുടർന്ന് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ടത്, ലാക്ടോബാസിലസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും നടത്തുന്ന അനേറോബിക് ശ്വസന പ്രക്രിയ താരതമ്യം ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലാക്ടോബാസിലസ് എന്താ നടക്കുന്നത്? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ലാക്ടോബാസിലസ്, എന്നിട്ട് ഈസ്റ്റ് പഠിക്കുക കേട്ടോ. ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ടും തുടർന്ന് എന്താവും? ലാക്ടോബാസിലസ് ഇല്ല, അപ്പൊ ഇവിടെ ലാക്റ്റിക് ആസിഡ്. ഇനി ഈസ്റ്റിന്റെ പ്രവർത്തനത്താണെങ്കിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് കഴിയും തുടർന്ന് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈസ്റ്റ് ചേർത്ത മാവ് പുളിക്കുകയും മൃദുവായി തീരുകയും ചെയ്യുന്നത് ഇതിന് ഉദാഹരണം. ഇനി മനുഷ്യനിൽ അനേറോബിക് ശ്വസനം നടക്കുന്ന ഒരു സന്ദർഭം, അതായത് ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന പ്രവർത്തനമാണ് അല്ലെ അനേറോബിക് ശ്വസനം എന്ന് പറയുന്നത്. ആ നടക്കുന്ന ഒരു സന്ദർഭം എപ്പോഴായിരിക്കും? തുടർച്ചയായിട്ട് ചില പേശികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ പേശികോശങ്ങളിൽ ഓക്സിജൻ കുറയുകയും അനേറോബിക് ശ്വസനം നടന്ന് ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് പേശി വേദനയ്ക്ക് കാരണമാകുന്നു. നമ്മൾ തുടർച്ചയായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കണം അല്ലെ? പക്ഷെ റെസ്റ്റ് ഇല്ലാതെ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പേശികോശങ്ങളിലെ ഓക്സിജൻ ഒക്കെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ അവിടെ എന്ത് ചെയ്യും? അനേറോബിക് ശ്വസനം നടക്കും അല്ലെ? അത് എന്താക്കും? ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നതിലേക്കും അത് പേശി വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇനി എന്താണ് വിസർജനം? ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ദോഷകരമായിട്ടുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്നതാണ് വിസർജനം. വിസർജ്യ വസ്തുവാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ആവശ്യമുണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഫലമായി കോശങ്ങളിൽ ഉണ്ടാവുന്ന അമോണിയ എന്ന വിഷവസ്തുവിനെ കരളിൽ വെച്ച് യൂറിയ എന്ന വിസർജ്യ വസ്തുവാക്കി മാറ്റുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. ചിലപ്പോൾ നാളത്തെ ഒരു എക്സാമിന്റെ ചോദ്യമായിരിക്കും കേട്ടോ. അമോണിയ എന്ന വിഷവസ്തുവിനെ കരളിൽ വെച്ച് യൂറിയ എന്ന വിസർജ്യ വസ്തുവാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഫലമായി കോശങ്ങളിൽ അമോണിയ എന്ന വിഷവസ്തു ഉണ്ടാവുകയും, ഏതിന്റെ ഫലമായിട്ടാണ്? പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട് കോശങ്ങളിൽ അമോണിയ എന്ന വിഷവസ്തു ഉണ്ടാവുകയും അത് രക്തത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇത് കരളിൽ എത്തുമ്പോൾ എൻസൈമുകളുടെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി പ്രവർത്തിച്ച് വിഷാംശം കൂടെ യൂറിയ ആയിട്ട് മാറുന്നത്. ഇതൊന്ന് നന്നായിട്ട് പഠിച്ചോ കേട്ടോ. പ്രോട്ടീൻ മെറ്റബോളിസം ആദ്യം, പിന്നീട് അമോണിയ,
പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, എന്നിട്ടാണ് യൂറിയ ആയിട്ട് മാറുന്നത്. പഠിക്കണേ. പ്രോട്ടീൻ മെറ്റബോളിസം, പിന്നെ എന്തൊക്കെ വരണം? പ്രോട്ടീൻ മെറ്റബോളിസം കഴിഞ്ഞാൽ അമോണിയ കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, അത് കഴിഞ്ഞാൽ ജലം. പ്രോട്ടീൻ മെറ്റബോളിസം, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ചേർന്നിട്ടാണ് യൂറിയ ആയിട്ട് മാറുന്നത്. രക്തത്തിലേക്ക് എത്തുന്ന യൂറിയ ഉൾപ്പെടെയുള്ള വിസർജ്യ വസ്തുക്കളെ അഴിച്ചുമാറ്റി ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് വൃക്കകളാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. വിസർജ്യ വസ്തുക്കളെ അരിച്ചുമാറ്റി ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന യൂറിയ ഉൾപ്പെടെയുള്ള വിസർജ്യ വസ്തുക്കളെ അരിച്ചുമാറ്റി ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് ഏതാണ്? വൃക്കയാണ് കേട്ടോ. മനുഷ്യനിലെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വൃക്ക, ശ്വാസകോശം, ത്വക്ക് കേട്ടോ. വൃക്കകൾ എന്താ ചെയ്യാ? ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് വൃക്കയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് വൃക്കയാണ് കേട്ടോ. കരള് എന്ത് ചെയ്യും? യൂറിയ നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ചോദ്യമാണ്. ശ്വാസകോശങ്ങൾ എന്ത് ചെയ്യും? നിശ്വാസ വായുവിലൂടെ, വായു പുറത്തു വിടുമ്പോൾ അദ്ദേഹം നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വിഷവസ്തു അല്ലേ, അതിനെ പുറത്തേക്ക് തള്ളുന്നു. അതേപോലെ ത്വക്ക് ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്നു. അപ്പൊ മനുഷ്യന്റെ വിസർജന അവയവങ്ങളാണ് വൃക്ക, കരള്, ശ്വാസകോശം, ത്വക്ക്. വൃക്ക എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളും. യൂറിയ നിർമ്മിക്കുന്നത് കരളാണ്. എന്നാൽ ശ്വാസകോശങ്ങൾ എന്ത് ചെയ്യും? നിശ്വാസ വായുവിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. നിശ്വാസ വായുവിലൂടെ. ത്വക്ക് ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്നു. ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ അവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിർത്താം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ ശേഷം വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. എന്നിട്ട് ഇടയ്ക്കൊക്കെ എടുത്തിട്ടൊന്ന് റിവിഷൻ ചെയ്യുക കേട്ടോ. ഇനി വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. വൃക്കയുടെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. വൃക്കാധമനി, വൃക്കാശിര, മൂത്രവാഹി, മൂത്രാശയം, മൂത്രനാളി. വൃക്കയുടെ ആന്തരഘടകം ഉള്ളിലുള്ളത് കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ലി ഉണ്ട്, വൃക്കാധമനി, വൃക്കാശിര, പെൽവിസ്, മൂത്രവാഹി. മനുഷ്യനിൽ പയർവൃത്തിന്റെ ആകൃതിയിലുള്ള ഒരു ജോഡി വൃക്കകൾ ഉദരാശയത്തിൽ നട്ടലിന് ഇരുവശത്തുമായിട്ട് കാണുന്നുണ്ട്. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന ധമനി ശാഖയാണ് വൃക്കാധമനി. വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നതാണ് വൃക്കാശിര എന്ന് പറയുന്നത്. ഉള്ളിലേക്കാണെങ്കിൽ വൃക്കാധമനി, വൃക്കകളിൽ നിന്ന് രക്തം പുറത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് വൃക്കശിരയാണ് കേട്ടോ. വൃക്കകളിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് മൂത്രം വഹിക്കുന്ന കുഴൽ മൂത്രവാഹിയും പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ മൂത്രനാളിയുമാണ്. ഓക്കെ, മൂത്രാശയത്തിലേക്കാണെങ്കിൽ മൂത്രവാഹി, എന്നാൽ പുറത്തേക്കാണെങ്കിൽ മൂത്രനാളി. ഓരോ വൃക്കയിലുമുള്ള 12 ലക്ഷത്തോളം നെഫ്രോണുകൾ എന്ന അതിസൂക്ഷ്മ അരിപ്പകളാണ് രക്തത്തിൽ നിന്ന് യൂറിയ ഉൾപ്പെടെയുള്ളവയെ അരിച്ചുമാറ്റി മൂത്രം രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. നെഫ്രോണിന്റെ അരിപ്പകളായ സൂക്ഷ്മ ലോമിക കജാലം ഉൾപ്പെടെ വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗത്തെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. വൃക്കയുടെ കടും നിറമുള്ള ഭാഗമാണ് മെഡുല്ല എന്ന് പറയുന്നത്. മൂത്രവാഹിയുടെ സംരംഭമാണ് പെൽവിസ് എന്ന് പറയുന്നത്. ഇനി വൃക്കകളുടെ ധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. നെഫ്രോണുകളുണ്ട്. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. നെഫ്രോണിന്റെ ഘടന നോക്കണം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീണ്ടു ചുരുണ്ട് കാണുന്ന നെഫ്രോണിന്റെ ഒരറ്റത്ത് ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗം, അതാണ് ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, നീണ്ട ചുരുണ്ട അല്ലെ, നെഫ്രോണിന്റെ ഒരറ്റത്ത് നീണ്ടിട്ട് എന്ത് ചെയ്തു? മൊത്തം ചുരുണ്ടു അല്ലെ. എന്നിട്ട് നെഫ്രോണിന്റെ അറ്റത്ത് ഒരു ഭാഗമുണ്ട്, അതാണ് ഇത് ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇനി വൃക്കാധമനിയുടെ സൂക്ഷ്മ ശാഖ ഇതിനുള്ളിലേക്ക് രക്തം എത്തിക്കുന്നു. ഈ ഉള്ളിലേക്ക് രക്തം എത്തിക്കുന്നത് അഫറന്റ് വെസലും അതിസൂക്ഷ്മ ലോമികാജാലമായിട്ട് മാറിയിരിക്കുന്നു. ഇത് ലോമികാജാലമാണ് ഗ്ലോമറുലസ്. ഇനി ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ് ഇഫറന്റ് വെസല്. ഇത് ശാഖകളായി പിരിയുകയും നെഫ്രോണിന്റെ നീണ്ട ഭാഗമായ വൃക്കാനാളികയ്ക്ക് ചുറ്റുമുള്ള ലോമികാജാലമായി മാറിയ ശേഷം വൃക്കാനരിയിലേക്ക് നീളുകയും ചെയ്തിരിക്കുന്നു. നെഫ്രോണിന്റെ നീണ്ട നാളിക ശേഖര നാളികളിലേക്കാണ് തുറക്കുന്നത്. ഇത് നെഫ്രോണുകളിൽ നിന്നുള്ള മൂത്രം ശേഖരിച്ച് മൂത്രവാഹിയുടെ ആരംഭമായ പെൽവിസിലേക്ക് എത്തുന്നു.
ഇനി എങ്ങനെയാണ് മൂത്രം ഉണ്ടാവുന്നത് നോക്കാം. നെഫ്രോണിന്റെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ നമ്മൾ പിക്ചർ കണ്ടില്ലേ, അതില് ഗ്ലോമറുലസ് എന്ന സൂക്ഷ്മ ലോമിക ജാലത്തിലൂടെ രക്തം സൂക്ഷ്മ അരിക്കലിന് വിധേയമാവുകയും ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നു. അവശേഷിക്കുന്നതാണ് മൂത്രം എന്ന് പറയുന്നത്. മൂത്രത്തിൽ തന്നെ സൂക്ഷ്മ അരിക്കല്, പുനരാഗിരണം, ശ്രവണം ഒക്കെ ഉണ്ട്. ഗ്ലോമറുലസിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ രക്തം അരിക്കലിന് വിധേയമായി ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്നു. ഇതിൽ വിസർജ്യ വസ്തുക്കളെ കൂടാതെ ശരീരത്തിന് ആവശ്യമായ ചില വസ്തുക്കളും അടങ്ങിയിരിക്കും. ഇനി പുനരാഗിരണത്തില് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ശേഖരണത്തിലേക്ക് ഒഴുകുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നത് പുനരാഗിരണം. രക്തത്തിൽ അവശേഷിച്ച ചില ഘടകങ്ങൾ വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അവശേഷിക്കുന്ന ദ്രാവകമായ മൂത്രം ശേഖരണ നാളിയിൽ നിന്നും പെൽവിസിലേക്ക് തുറന്ന മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലേക്കും എത്തുന്നു. ഇനി മൂത്ര രൂപീകരണവും പുറന്തള്ളലും കാണിക്കുന്ന ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, മൂത്ര രൂപീകരണത്തിൽ കേട്ടോ. ഇവിടെ നമ്മൾ ഇത്ര നേരം പഠിച്ചില്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. രക്തവും മൂത്രവും. രക്തം എന്ത് ചെയ്യും? മഹാധമനി വഴി വൃക്കാധമനിയിലെത്തി ഗ്ലോമറുലസിലാണല്ലോ സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത്. പിന്നീട് പുനരാഗിരണ ശ്രവണം വൃക്കാനാളികയും ശേഖരനാളിയും. മൂത്രത്തില് പെൽവിസ്, മൂത്രവാഹി, മൂത്രാശയം, മൂത്രനാളിയിലൂടെ പുറത്തേക്ക്. ശേഖരണ നാളിയിലും മൂത്രത്തിലും അടങ്ങിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോണുകൾ, വിറ്റാമിന്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനും. മൂത്രത്തിലെ ഘടകങ്ങൾ ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം അയോണുകൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ. ഇതൊക്കെ എന്താണ്? മൂത്രത്തിലെ ഘടകങ്ങളാണ് കേട്ടോ. ഇനി ഗ്ലൂക്കോസും അമിനോ ആസിഡും വിറ്റമിനുകളും കുറച്ച് ജലം മുതലായവ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. ഓരോ വ്യക്തിയും ദിവസം ധാരാളം ശുദ്ധജലം കുടിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? മൂത്രമൊഴിക്കുന്നതിലൂടെ മൂത്രപഥത്തിലെ ബാക്ടീരിയ പോലെയുള്ളവ പുറന്തള്ളപ്പെടുകയും അണുബാധയ്ക്കുള്ള സാധ്യത ഇല്ലാതാവുകയും വൃക്കരോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. ഇനി മൂത്ര പരിശോധനയിലൂടെ അറിയാൻ കഴിയുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പ്രമേഹം അല്ലെ, ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം രക്തത്തിൽ ഉണ്ടോ എന്നറിയാനാണ് പ്രമേഹം. അത് യൂറിൻ ടെസ്റ്റ് ചെയ്തതിന് അറിയും. ഇനി മഞ്ഞപ്പിത്തം, ബിലിറൂബിന്റെ സാന്നിധ്യം. മഞ്ഞപ്പിത്തം പറയുമ്പോൾ ബിലിറൂബിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനാണ്. വൃക്കരോഗങ്ങൾ എന്ന് പറയുമ്പോൾ രക്തം, ആൽബുമിൻ സാന്നിധ്യമാണ് വൃക്കരോഗങ്ങളില്. മൂത്രപഥത്തിലെ അണുബാധ, പഴുപ്പ് കോശങ്ങളുടെ സാന്നിധ്യം അല്ലെ. വൃക്കയിലെ കല്ല് എന്ന് പറയുമ്പോൾ അത് ചോദ്യമാണ് കേട്ടോ. വൃക്കയിലെ കല്ല് നമ്മൾ പറയാമല്ലോ, വൃക്കയിലെ കല്ല് എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ് കേട്ടോ. വൃക്കയിലെ കല്ല് എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള നമ്മള് പ്രമേഹം ടെസ്റ്റ് ചെയ്യുന്നതേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലി മൂത്രം എടുത്ത് അതിലേക്ക് 2 മില്ലി ബെനഡിക്ട് റിയേജന്റ് ചേർക്കുക. 2 മിനിറ്റ് ചൂടാക്കിയ ശേഷം നിറം മാറ്റം നിരീക്ഷിക്കുക. നീല നിറമെങ്കിൽ ഗ്ലൂക്കോസ് ഇല്ല, പച്ചയെങ്കിൽ 1% താഴെ, മഞ്ഞയായാൽ 1.5% ഉണ്ട്. ഓക്കെ, പച്ചയാണെങ്കിൽ 1% താഴെയുള്ളൂ, മഞ്ഞയാണെങ്കിൽ 1.5% ഉണ്ട്, ഓറഞ്ച് 2% വരെ അപകടകരമാം വിധം, ചുവപ്പെങ്കിൽ 2%-ലും കൂടുതൽ, വളരെ അധികം അപകടം ഉണ്ടാക്കുന്നവയാണ്. രോഗങ്ങൾ ഏതൊക്കെയാണ്? വൃക്കയിലെ കല്ല് എന്താ? കാൽസ്യം ഓക്സലേറ്റ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. നെഫ്രൈറ്റിസ് പ്രീവിയസ് ചോദ്യമാണ്. വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് യൂറീമിയ. ഇനി വൃക്കയിലെ കല്ല് എന്ന് പറയുമ്പോൾ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞ വേദനയും മൂത്ര തടസ്സവും തലകറക്കവും ഛർദിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വൃക്കയിലെ കല്ലാണ്. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്ക് വീക്കം, നീർക്കെട്ട്, കലങ്ങിയ മൂത്രം, ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളാണ്. ഇനി യൂറീമിയ എന്ന് പറഞ്ഞാൽ നെഫ്രൈറ്റിസ്, പ്രമേഹം പോലെയുള്ളവ മൂലം വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞ മൂത്രോത്പാദനം നിലയ്ക്കുന്നു. മനസ്സിലായോ? യൂറീമിയ എന്ന് പറഞ്ഞാൽ നെഫ്രൈറ്റിസ്, പ്രമേഹം പോലെയുള്ളവ മൂലം വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞ മൂത്രോത്പാദനം നിലയ്ക്കുന്നു. ഒരാളുടെ 2 വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചാൽ ജീവൻ നിലനിർത്താനുള്ള മാർഗം എന്താ? ഹീമോ ഡയാലിസിസ് വഴി രക്തം ശുദ്ധീകരിച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ വൃക്ക മാറ്റി വെച്ചിട്ട്. ഹീമോ ഡയാലിസിസ് പ്രക്രിയയുടെ 2 ഘട്ടങ്ങളുണ്ട്, ഹെപ്പാരിനും ആന്റി ഹെപ്പാരിനും. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ ചേർത്ത് ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. ഹീമോ ഡയാലിസിസ് പ്രക്രിയയുടെ ഘട്ടമാണ് പറഞ്ഞിരിക്കുന്നത്. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ ചേർത്തിട്ട് ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. ഭരണതര സ്ഥലങ്ങളുള്ള കുഴലിലൂടെ രക്തം സഞ്ചരിക്കുന്ന സമയത്ത് അതിലുള്ള മാലിന്യങ്ങൾ ഡയാലിസിസിലേക്ക് ദ്രവത്തിലേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നു. ഈ ദ്രവത്തെ യഥാസമയം നീക്കം ചെയ്യുന്നു. ഇനി ശുദ്ധീകരിക്കപ്പെട്ട രക്തം ആന്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ ശരീരത്തിലേക്ക് കടത്തിവിടും.
എപ്പോഴാണ് വൃക്ക മാറ്റിവെക്കൽ പ്രവർത്തനം ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നത്? രണ്ട് വൃക്കകളുടെയും പ്രവർത്തനങ്ങൾ തകരാറിലാകുന്ന സമയത്ത്. അടുത്തത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ അമീബിയിലും ജന്തുക്കളിലുമുള്ള വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. പിന്നെ ഇത് വലിയൊരു ലെസൺ ആണ് അല്ലെ. പഠിച്ചതാവുമ്പോ സമയത്ത് നമുക്ക് തലയ്ക്ക് തന്നെ ഇതാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പഠിച്ചിട്ട് മാറ്റിവെക്കുക കേട്ടോ. പൂർണ്ണ ആരോഗ്യമുള്ള ആളിൽ നിന്നോ ആരോഗ്യവാനായിരിക്കെ മരണപ്പെട്ട ആളിൽ നിന്നോ എടുത്ത ഒരു വൃക്കയാണ് വെച്ചുപിടിപ്പിക്കുക. ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും രക്തഗ്രൂപ്പ്, ടിഷ്യൂ എന്നിവയുടെ ക്രോസ് മാപ്പിംഗ് എന്നിവ നടത്തിയിട്ടാണ് അനുയോജ്യത ഉറപ്പുവരുത്തുന്നത്. മറ്റൊരു വ്യക്തിയിലൂടെ വൃക്കയായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരം തിരസ്കരിക്കാതെ ഇരിക്കാനായി പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ നൽകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് വൃക്ക മാറ്റിവെക്കൽ. ഇനി അമീബിലും ജന്തുക്കളിലുമുള്ള വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെയാന്ന് നോക്കാം. എല്ലാം പ്രീവിയസ് ആണ്. അമീബയിലുള്ള വിസർജ്യ വസ്തു അമോണിയ. അമോണിയ. മണ്ണിരയിൽ ഏതാണ്? അമോണിയയും യൂറിയയുമാണ് കേട്ടോ. മണ്ണിരയില് അമോണിയയും യൂറിയയുമാണ്. ഷഡ്പഥത്തിൽ യൂറിക് ആസിഡ് ആണ്. മത്സ്യത്തില് അമോണിയ ആണ്. പിന്നെ തവളയില് യൂറിയ ആണ്. ഉരകം, പക്ഷി എന്നിവയിൽ യൂറിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അമീബയില് നമ്മൾ അതേ വാക്ക് വെച്ചിട്ട് പറഞ്ഞു, അമോണിയ എന്ന് പറഞ്ഞു അല്ലെ. ഇനി യൂറിക് ആസിഡ് ഉള്ള രണ്ടെണ്ണം ഉണ്ട്, മത്സ്യം, ഉരകം, പക്ഷി. മത്സ്യം, ഉരകം, പക്ഷി, ഇതിലൊക്കെ എന്താണ് വിസർജ്യ വസ്തു? യൂറിക് ആസിഡ് ആണ് അല്ലെ. യൂറിക് ആസിഡ് ആണ്. മത്സ്യം, ഉരകം, പക്ഷി യൂറിക് ആസിഡ് ആണ്. ഇനി യൂറിയ ഉള്ളത് തവള അല്ലെ. തവളയിലും മണ്ണിരയിലും ഒക്കെ എന്താണ്? യൂറിയാണ്. അമീബയില് അമോണിയാണ്. മണ്ണിരയില് അമോണിയ, യൂറിയ, അതേപോലെ തവളയിലും യൂറിയാണ് കേട്ടോ. മത്സ്യത്തില് അമോണിയ ആണ്. ഷഡ്പഥത്തിൽ യൂറിക് ആസിഡ് ആണ്. ഉരകം, പക്ഷി യൂറിക് ആസിഡ് ആണ് കേട്ടോ. മത്സ്യം ഞങ്ങളോട് പറഞ്ഞു തെറ്റിയില്ലേ. യൂറിക് ആസിഡ് വരുന്നത് ഉരകം, പക്ഷി, ഷഡ്പഥം കേട്ടോ. സോറി കേട്ടോ. ഉരകം, പക്ഷി, ഷഡ്പഥം യൂറിക് ആസിഡ്. ഉരകം, പക്ഷി, ഷഡ്പഥം യൂറിക് ആസിഡ്. മത്സ്യത്തിലെ അമോണിയ, അമീബയിലെ അമോണിയ. അമീബ, മത്സ്യം, അമോണിയ. മണ്ണിരയിലെ അമോണിയം, യൂറിയം, തവളയിലെ യൂറിയ. ഇനി അതേപോലെ ഇവിടെ പഠിക്കണം, വിസർജന സംവിധാനങ്ങൾ സങ്കോച ഫേനമാണ് അമീബയില്. മണ്ണിരയിലെ വിസർജ്യ വസ്തു നെഫ്രീഡിയ ആണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. ഷഡ്പഥത്തിലെ മാൽപീജിയ എന്നാണ് പ്രീവിയസ് ചോദ്യമാണ്. മത്സ്യത്തിൽ വൃക്ക, തവളയിൽ വൃക്ക, ഉരകം, പക്ഷി വൃക്ക. പെട്ടെന്നൊന്നും നിങ്ങൾ പറയുമ്പോഴേക്കൊന്നും പുതിയതായിട്ട് പഠിച്ചവർക്കൊന്നും മനസ്സിലാവില്ല. ഒരുപാട് തവണ ഇതിലൂടെ കടന്നുപോയാൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ കേട്ടോ. ഇനി സസ്യങ്ങളിലെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാനുള്ള സംവിധാനം നോക്കാം. സ്റ്റമാറ്റയിലൂടെയും ലെന്റ് സെല്ലുകളിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലബാഷ്പവും പുറത്തു പോകും. നമുക്കറിയാം സസ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ, ലെന്റ് സെല്ല് അല്ലെ. ഇതിലൂടെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ജലബാഷ്പവും ഒക്കെ പുറത്തു പോകുന്നത്. ഹൈഡ് തോടുകളിലൂടെ ജലവും ലവണങ്ങളും പുറത്തു പോകും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ജലബാഷ്പവും പുറത്തു പോകുന്നത് സ്റ്റൊമാറ്റയിലൂടെയും ലെന്റ് സെല്ലുകളിലൂടെയും. ഹൈഡ് തോടിലൂടെയാണ് ജലവും ലവണങ്ങളും പുറത്തു പോകുന്നത്. ഇനി റെസിനുകൾ, പുറംതൊലി, പഴുത്ത ഇലകള്, കായ്കള്, കുഴിയില്, കാതൽ രൂപീകരണം എന്നിവയിലൂടെ ചില ഖരമാലിന്യങ്ങളും പുറത്തു പോകുന്നത്. ഇനി മനുഷ്യനിലെ വിസർജനാവയവം. അപ്പൊ നമ്മൾ ജീവജാലങ്ങളിൽ പഠിച്ചു, സസ്യങ്ങളിൽ പഠിച്ചു. ഇനി മനുഷ്യനിൽ എങ്ങനെയൊക്കെയാണ്? വൃക്കകളിലൂടെ കരള്, ശ്വാസകോശങ്ങൾ, ത്വക്ക് എന്നിവ മാലിന്യങ്ങൾ പുറത്തു പോകാൻ സഹായിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെടുന്നു അല്ലെ. വൃക്കയിലൂടെ പോകും, കരളിലൂടെ പോകും, ശ്വാസകോശത്തിലൂടെ പോകും, ത്വക്കിലൂടെ ഒക്കെ എന്ത് ചെയ്യും? മാലിന്യങ്ങൾ പുറത്തു പോകുന്നുണ്ട്. ത്വക്കിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തെ താപനിലയും ജല ലവണ സന്തുലനവും ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ത്വക്കാണ്. കരള് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത് കരളാണ്. വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് കരളാണ്. വൃക്കകളോ ജലലവണ സന്തുലനവും രക്തസമ്മർദ്ദവും pH ക്രമീകരിക്കുകയും മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് വൃക്കകളാണ്. ശ്വാസകോശങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, ഓക്സിജന്റെ തോതും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞൊരു ബോക്സ് തരും. എന്നിട്ട് ത്വക്ക്, കരൾ, വൃക്ക, ശ്വാസകോശം, എന്നിട്ട് അതിന്റെ നേരെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് വരുമ്പോ മറക്കാൻ പാടില്ല കേട്ടോ. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത് കരളാണ് കേട്ടോ. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത് കരളാണ്. വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത്, വൺ വേർഡ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് കരളാണ്. ജലലവണ സന്തുലനവും രക്തസമ്മർദ്ദം, ചിലപ്പോ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏത് എന്ന് ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടാകില്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ജലലവണ സന്തുലനവും രക്തസമ്മർദ്ദവും pH എല്ലാം കൂടി തരില്ല. ഒറ്റ
തന്നിട്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന വൃക്കകളാണോ? നല്ലോണം നമ്മൾ അവിടെ കിടന്നിട്ട് സമ്മർദ്ദം നമുക്ക് ഉണ്ടാവും അല്ലെ? നമുക്ക് അതിനേക്കാൾ രക്തസമ്മർദ്ദം നമ്മുടെ എക്സാം ഹാളിൽ കിടന്ന് അനുഭവപ്പെടേണ്ട വരും കേട്ടോ. അപ്പൊ മറക്കാൻ പാടില്ല, രക്തസമ്മർദ്ദവും pH ക്രമീകരിക്കലും മാലിന്യങ്ങളെ പുറന്തള്ളലും ജലലവണ സന്തുലനവും എല്ലാം വൃക്കയുടെ പ്രവൃത്തിയാണ്. ശ്വാസകോശത്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും ഓക്സിജന്റെ തോതും pH ക്രമീകരിക്കുന്നതും ഒക്കെ ശ്വാസകോശങ്ങളാണ് കേട്ടോ. ആന്തര സമസ്ഥിതി തകരാറിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായിട്ടുള്ള ആഹാരശീലം കേട്ടോ. തെറ്റായിട്ടുള്ള ആഹാരശീലം നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കും. അമിത പോഷണം അല്ലെ? അമിതമായ പോഷണം പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും എന്താണ്? അതും പ്രശ്നമാകും. അതുപോലെ ന്യൂന പോഷണം, അമിത പോഷണത്തിന്റെ അളവ് കുറഞ്ഞാലും നമുക്ക് ആന്തരസമസ്ഥിതി തകരാറിലാക്കും. വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, മലിനീകരണം, ശുചിത്വമില്ലായ്മ, രോഗാണു സംക്രമണം, മരുന്നിന്റെ ദുരുപയോഗം, ഇതെല്ലാം ആന്തരസമസ്ഥിതി തകരാറിലാക്കുന്ന കാര്യങ്ങളാണ്. ാണോ? അപ്പൊ അങ്ങനെ നമ്മള് ഈ ലെസണും കംപ്ലീറ്റ് ആയി. ഞാൻ എത്ര മാത്രം ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ എല്ലാം നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവലോകനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പം തുടങ്ങിയിട്ടുണ്ട് അല്ലെ? പുതിയ SSCRT. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പുതിയൊരു ലെസണുമായിട്ട് നാളെ കാണാം. അതിന്റെ പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ബയോളജി വീണ്ടും വരാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തുടങ്ങി. മലയാളം ഇന്ന് വൈകുന്നേരം മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം, ക്ലാസ് കാണാം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോ ക്ലാസ്സിന്റെയും വാല്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുക, താഴെ കമന്റുകൾ ഇടുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്